ശരിക്കും ഭയമുണ്ടാകുന്നത് ഒരു കുട്ടി ധരിച്ച തട്ടം കണ്ടിട്ടല്ല, വിശുദ്ധമായ ഒരു വസ്ത്രം ധരിച്ചിട്ടും അതിന്റെ ഉള്ളിൽ നിന്ന് വർഗീയത ചീറ്റുന്ന നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ കാണുമ്പോ വിദ്യാർത്ഥികൾക്കെന്നല്ല കേരളത്തിന് തന്നെ പേടിയാകുന്നുണ്ട് എന്നാണ് ആ സ്കൂൾ അധികൃതരോട് നമ്മൾക്ക് പറയാനുള്ളത്. ആ വിദ്യാർത്ഥിയുടെ തട്ടം കണ്ടിട്ടൊരു വിദ്യാർത്ഥിക്കല്ല പേടിയാകുന്നത്, വിശുദ്ധിയുടെ വസ്ത്രമെന്ന് പറഞ്ഞ വസ്ത്രമണിഞ്ഞു വന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്നൊക്കെ വമിച്ചു വരുന്ന വർഗീയതയുടെ വിഷപ്പുക അത് ഈ സമൂഹത്തിൽ എങ്ങനെ ബാധിക്കുമെന്ന പേടി സമൂഹത്തിന് മുഴുവനുണ്ട്. വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും ആചരിക്കാനുമുള്ള അവകാശം ഇവിടുത്തെ ഭരണഘടന നൽകുന്നുണ്ട്. പള്ളുരുത്തിയിലെ സ്കൂളിലേക്ക് തലയിൽ തട്ടമിട്ട് കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥിക്ക് അവളുടെ മതനിയമമനുസരിച്ച് തലയിൽ തട്ടം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നതാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ ഈ സംസാരിക്കുന്ന പള്ളിയുടെ മുറ്റത്ത് തന്നെ വിദ്യാലയമുണ്ട്. ഞാൻ പഠിച്ചിരുന്ന വിദ്യാലയം എന്റെ നാട്ടിലെ ജുമുഅത്ത് പള്ളിയുടെ ചാരത്തുള്ള ഖാദിരിയ സ്കൂളാണ്. നമ്മുടെ നാട്ടിലെ പള്ളികൾ നടത്തുന്ന സ്കൂളുകളിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ കുറി മായിച്ചു കളയാനോ കുരിശുമാല എടുത്തു കളയാനോ ഇന്ന് വരെ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം മാനേജ്മെന്റ് ആലോചിക്കുകയോ അല്ലെങ്കിൽ അത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്തിട്ടുണ്ടോ? ഇവിടെ വിദ്യാലയങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല, ആ തിട്ടൂരങ്ങളൊക്കെ മാറ്റിവെച്ചേക്കൂ. ജുമുഅത്ത് പള്ളികളുടെ ചാരത്തുയർന്നു നിൽക്കുന്ന വിദ്യാലയങ്ങളിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും മതമുള്ളവനും മതമില്ലാത്തവരും ഒക്കെ പഠിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് വരുന്ന കുട്ടികളിൽ പലതരത്തിലുള്ള മതവിശ്വാസങ്ങളുള്ളവരുണ്ട്. അവരുടെ മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്തി അവരുടെ വിദ്യാഭ്യാസം എന്ന ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ, അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഇന്ന് വരെ കേരളത്തിലെ ഒരു മുസ്ലിം പള്ളികളുടെയും കീഴിലുള്ള സ്കൂളുകൾ അവരുടെ അജണ്ട തയ്യാറാക്കി വെച്ചിട്ടില്ല. നമ്മുടെ ഹിദായത്ത് സ്കൂളിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ കുറി മായ്ക്കാൻ പള്ളി കമ്മിറ്റിയുടെ മെമ്പർമാരോ, ഞാൻ എപ്പോഴും പള്ളി വരുന്ന ആളാണ്, ഇത് പള്ളിയുടെ സ്കൂളാണ്, കുറി മായ്ക്കണമെന്നോ പറഞ്ഞിട്ടില്ല. കുരിശുമാല ഊരണമെന്ന് പറഞ്ഞിട്ടില്ല. ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സഹോദരങ്ങൾ ധരിക്കുന്ന മാലയും ധരിച്ചുകൊണ്ട് അവർ ക്ലാസ്സിൽ വരുമ്പോ അവർക്കുള്ള അവകാശങ്ങളെ വകവെച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരോ കയ്യിൽ ചരട് കെട്ടിയവരുണ്ടാവും, കുരിശു വരച്ചവരും കുറി വരച്ചവരും ഉണ്ടാവും. അത് മാറ്റിവെച്ചുകൊണ്ടേ പഠിപ്പിക്കാൻ പറ്റൂ എന്ന് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ വിവിധങ്ങളായ മുസ്ലിം സംഘടനകൾക്ക് സ്കൂളുകളുണ്ട്, വിവിധങ്ങളായ മഹല്ല് ജമാഅത്തുകൾക്ക് സ്കൂളുകളുണ്ട്. ഇവിടെ വിവിധങ്ങളായ വ്യത്യസ്ത മതവിഭാഗങ്ങൾ സ്കൂളുകൾ നടത്തുന്നുണ്ട്. അവിടൊക്കെയും അവരവരുടെ അവകാശങ്ങളും മതങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് വരാനും പഠിക്കാനുമുള്ള വലിയ അവസരങ്ങളുടെ ലോകം തുറന്നിട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് ആർക്കൊക്കെയോ വേണ്ടി പണിയെടുക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മുസ്ലിമീങ്ങളുടെ തട്ടത്തിൽ പിടിച്ച് പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്.